ഓക്കെ, ഇപ്പൊ അമ്മക്ക് എങ്ങനെയുണ്ട്? ഒട്ടും കുറവില്ല ഡോക്ടർ. നിർത്താതെയുള്ള ചുമയാ. ചില സമയത്തേക്ക് ചുമയ്ക്കുന്നത് കേട്ടാൽ പേടിയാകും. എന്ത് പറ്റിയതായിരിക്കും അമ്മയ്ക്ക്? ഞാൻ തന്ന മരുന്നുകളൊക്കെ അമ്മ കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ? എല്ലാം കൃത്യമായി കഴിക്കുന്നുണ്ട്, എന്നിട്ട് ഒട്ടും കുറവില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, അമ്മ വിഷമിക്കേണ്ട. നമുക്കിനി 2 ടെസ്റ്റ് കൂടി ചെയ്യാം. പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരൂ, ബാക്കി നമുക്ക് പിന്നീട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ടെസ്റ്റ് ചെയ്തിട്ട് വരും, നമുക്ക് റിസൾട്ട് കിട്ടിയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ. ഓക്കെ ഡോക്ടർ. ടോക്കൺ നമ്പർ 34 റിസൾട്ട് ആയിട്ടുണ്ടേ. ഡോക്ടർ മേ കം ഇൻ? ഇരിക്കുക കേട്ടോ. ഡോക്ടർ, അമ്മയുടെ ടെസ്റ്റ് റിസൾട്ട് കിട്ടി. ഓക്കെ, പേടിക്കാനൊന്നുമില്ല, പക്ഷെ ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു എൻഡോസ്കോപ്പി ചെയ്യാം, അതിൻ്റെ കൂടെ ബയോപ്സിക്ക് കൂടി നമുക്ക് അയക്കാം. ഓക്കെ. അതിനുശേഷം പുതിയ മരുന്ന് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ബയോപ്സി റിസൾട്ട് കിട്ടിയതിന് ശേഷം. ഓക്കെ. അതുവരെ ഞാൻ തന്നിരിക്കുന്ന മരുന്ന് അമ്മയോട് കണ്ടിന്യൂ ചെയ്യാൻ പറയുക കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശരി ഡോക്ടർ. ഓക്കെ. ഹലോ ഏട്ടാ, എന്തായി? ലീവ് കിട്ടുമോ? അമ്മയുടെ ടെസ്റ്റ് റിസൾട്ട് വന്നു. ഡോക്ടർ പറയുന്നു വേരിയേഷൻ ഉണ്ടെന്ന്. മാത്രമല്ല എൻഡോസ്കോപ്പിയും ബയോപ്സിയൊക്കെ ചെയ്യണമെന്നും പറയുന്നു. എനിക്കാണെങ്കിൽ ആകെ പേടിയാവുകയാണ്. എങ്ങനെയെങ്കിലും വരാൻ പറ്റുമോ? ചേട്ടനോ നോക്കുമോ ലീവ് കിട്ടുമെന്ന്? ബയോപ്സി റിസൾട്ട് വന്നിട്ടുണ്ട്. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവാണ് കാണിക്കുന്നത്. ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. വീട്ടിലാർക്കെങ്കിലും പുകവലിക്കുന്ന ശീലം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നിങ്ങൾ നാട്ടിൻപുറത്തല്ലേ താമസിക്കുന്നത്? അതെ. അപ്പോൾ ഇങ്ങനൊരു രോഗം വരാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചതാ. അല്ല ഡോക്ടർ, നമ്മുടെ വീടിനടുത്തൊരു കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ ഈ പരിസരവാസികൾ വേസ്റ്റ് ഡംപ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കാറുമുണ്ട്. അതുകൊണ്ടായിരിക്കുമോ? അതാകാനും ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഹൈലി ഡേഞ്ചറസ് ആണ് പ്ലാസ്റ്റിക് വേസ്റ്റിന് പുക എന്ന് പറയുന്നത്. ജീവിതം സുഖപൂർണമാക്കാനുള്ള മനുഷ്യൻ്റെ അന്വേഷണം സംഭാവന ചെയ്ത ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടുപിടുത്തം സമസ്ത മേഖലകളിലും വലിയ മാറ്റം വരുത്തി. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, വീട്ടുപകരണങ്ങൾ, ചെറുതും വലുതുമായ വസ്തുക്കൾ, അങ്ങനെ വസ്തുക്കൾ നിർമ്മിക്കാനുള്ളതെന്തും പ്ലാസ്റ്റിക്കിൽ നിന്ന് ലഭിക്കും. പ്ലാസ്റ്റിക് കത്തുന്ന പുക പോലും ക്യാൻസർ പോലെയുള്ള മാരക അസുഖങ്ങൾ വരുത്തിവെക്കുന്നു. പ്ലാസ്റ്റിക് കത്തിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിൽ കലരുന്നത് വിഷവാതകങ്ങളാണ്. ശരീരത്തിൻ്റെ ഒട്ടേറെ പ്രവർത്തനങ്ങളെ ഇവ സാരമായി ബാധിക്കുന്നു. ക്യാൻസർ, ആസ്മ, അലർജി പോലെയുള്ളവയ്ക്ക് കാരണമാകുന്നു. കണ്ണെരിച്ചിൽ, ശ്വാസതടസ്സം, തൊലിപ്പുറത്തെ എരിച്ചിൽ
എന്നിവയാണ് ശ്വസിച്ചാലുണ്ടാകുന്ന സാധാരണ ലക്ഷണങ്ങൾ. പ്ലാസ്റ്റിക് കത്തുമ്പോൾ അന്തരീക്ഷത്തിൽ പടരാൻ സാധ്യതയുള്ള വിഷവാതകമാണ് നിറവും ഗന്ധവുമില്ലാത്ത കാർബൺ മോണോക്സൈഡ്. അന്തരീക്ഷത്തിൽ ചെറിയ തോതിൽ കാണപ്പെടുന്ന ഈ വാതകം അമിതമായി ശ്വസിക്കുന്നത് മരണത്തിന് പോലും കാരണമാകുന്നു. പ്ലാസ്റ്റിക് കത്തുമ്പോൾ സ്വാഭാവികമായി പുറത്തുവരുന്ന വിഷപദാർത്ഥങ്ങളെ ഡയോക്സിൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഡയോക്സിനുകൾ ക്യാൻസറിന് പ്രധാന കാരണമായി കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ പരിസ്ഥിതിയെ നമുക്ക് രക്ഷിക്കണം. പ്ലാസ്റ്റിക് മാലിന്യമുക്തമാവുന്നത് അവ ഉപയോഗ്യമല്ലാതെ ആകുമ്പോഴാണ്. പരിസ്ഥിതിക്ക് ഹാനികരമല്ലാത്ത വസ്തുക്കൾ ഉപയോഗിക്കൂ. പുനരുപയോഗം ഉണ്ടാക്കിയെടുക്കുക. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തിരിച്ചു സൂക്ഷിക്കുക എന്നീ കാര്യങ്ങൾ കർശന ശീലങ്ങളായി മാറ്റി നമ്മുടെ ഭൂമിയെ നമ്മൾ തന്നെ സംരക്ഷിച്ചേ മതിയാവും.